ഷോൺ, ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി നാളെ 11 മണി ആണ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇത് വീണ്ടും ആളിക്കത്തിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്. നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതിൽ ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിംസിനെ മാത്രം കൂടെ നിർത്തിയാൽ മതി, ക്രിസ്ത്യാനികൾ വേണ്ട. നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണല്ലോ, മുനമ്പം വിഷയത്തിലൊക്കെ ഈ സർക്കാരിൻ്റെ സമീപനം എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ സ്വാഭാവികമായും ആരോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചെവിയിൽ ഓതിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കുമല്ലോ. അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അതെല്ലാ വിഷയത്തിലും, ഇതിലല്ല, എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ആരോ ഓതിക്കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു പോസ്റ്റെങ്കിലും ഇട്ടേക്കണം, ഫേസ്ബുക്കിൽ ഇട്ടേക്കണം. പിന്നെ നമുക്കത് പിന്നീട് പിൻവലിക്കാം. കാരണം നേരത്തെ ശ്രീ ജോഷി സംസാരിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു ഉത്തരവൊന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിച്ചില്ല. മാത്രമല്ല, നിയമപ്രകാരം അങ്ങനെ സാധിക്കുകയില്ല. ഒരു CBSE സ്കൂളിൽ അത് ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കണം. അങ്ങനെ ഒരു തിട്ടൂര ഇറക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സാധിക്കില്ല, വിദ്യാഭ്യാസ മന്ത്രിക്ക് സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ ആരെയൊക്കെയോ പ്രീണിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഇത്തരമൊരു അജണ്ട നടപ്പിലാക്കുന്നത്? രണ്ടാമത്തെ ഇൻസിഡന്റ് ആണെങ്കിൽ നമുക്കത് ആക്സിഡന്റ് ആയിട്ട് കരുതാം. ഇത് അങ്ങനെയല്ല. ഇത് കേരളത്തിൽ ഉടനീളം, ഇവിടെ മാത്രമല്ല, പല സ്കൂളുകളിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയാതെ മിനിങ്ങാന്ന് ആ സ്കൂള് ഈ വിഷയത്തിൽ അത്തരത്തിൽ സ്കൂളിന് അവധി കൊടുത്തുകൊണ്ട് ആ സ്കൂളിൽ കത്ത് പുറത്തുവിട്ടില്ല. ആ പുറത്തുവിട്ട കത്ത് പ്രചരിപ്പിച്ച് സോഷ്യൽ മീഡിയ വഴിയൊക്കെ എല്ലായിടത്തും എത്തിയതില്ലായിരുന്നെങ്കിൽ ഈ വിഷയവും അവരെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഇല്ലായ്മ ചെയ്യുമായിരുന്നു. ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ അവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് ഈ വിഷയത്തിൽ എങ്ങനെയും ഇത് പരിഹരിക്കപ്പെടണം. കാരണം ഇവര് കൊണ്ടുവരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകൾ വളരെ സൈലന്റ് ആയിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വിഭാഗമാണ് ഇവര്. പക്ഷെ അത് വലിയ രീതിയിൽ പൊതുസമൂഹത്തിൽ എതിർപ്പുണ്ടാകുമെന്ന് കണ്ടപ്പോൾ അവരുടെ കൂടി ഏജന്റായ ശ്രീ ഹൈബി ഈഡനെ അവിടെ എത്തിക്കുകയും അവിടെ കോംപ്രമൈസ് ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേ അവിടെ കോംപ്രമൈസ് ചർച്ച നടക്കുന്ന ഒരു വിഭാഗത്തില്ല, ഒരിടത്തല്ല കോംപ്രമൈസ് ചർച്ച നടത്തേണ്ടത്. ഞാൻ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നു, ആ സ്കൂളിലെ PTA പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, ജോഷി ചേട്ടൻ അതിന് സാക്ഷ്യം പറയും. ജോഷി ചേട്ടൻ ഒരു കാരണവശാലും ഇത്തരത്തിലൊരു ചർച്ച നടന്നതായി അറിഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. 2, അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ മാനേജ്മെന്റിലെ അച്ഛന്മാരുമായിട്ട് ഞാൻ ഇപ്പോൾ സംസാരിച്ചു. ആ അച്ഛന്മാരും പറഞ്ഞത് ഞങ്ങളുടെ സിസ്റ്റർമാരോ പ്രിൻസിപ്പളോ ഇവർ വന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ഈ വിഷയം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈബി ഈഡൻ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. അപ്പൊ ഇവരൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട്, എന്നാൽ SDPIക്ക് കീഴടങ്ങിക്കൊണ്ട് ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് അയ്യപ്പ സംഗമം നടത്തി, അതിനുശേഷം ന്യൂനപക്ഷ സംഗമം നടക്കാൻ പോകുന്നു. ഓരോ വിഭാഗത്തെയും ഓരോ രീതിയിൽ പ്രീണിപ്പിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പലപ്പോഴും ഓർത്തു, പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇപ്പോ ഈ വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായ തീരുമാനമൊക്കെ എടുത്ത്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയോടൊപ്പം അദ്ദേഹത്തെ കാറിൽ കൊണ്ടുവരുന്നു. അദ്ദേഹം നടത്തിയ മുസ്ലിം പരാമർശങ്ങൾ അംഗീകരിച്ച്, മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളെയൊക്കെ അദ്ദേഹത്തെ, അങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹത്തെ സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ട് വരുന്നു. എന്തിനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നതെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഇയാള് ഒരു ഇസ്ലാം വിരുദ്ധമായ നിലപാടാണല്ലോ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, ഒരു വലത് കൈയില് ഒരു പ്രീണനവും മറ്റേ കയ്യിൽ മറ്റൊരു പ്രീണനവും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. വഖഫ് ഇഷ്യൂവിലും ഞാൻ പറഞ്ഞില്ലേ, ഇത് കേരളത്തെ ബാധിക്കുന്ന വഖഫ് ഇഷ്യൂവിലും ഇതേ സമാനമായ തീരുമാനമെടുത്തിരിക്കുന്നു. കോതമംഗലം ആ പെൺകുട്ടിയുടെ ആത്മഹത്യാ വിഷയത്തിൽ ഇതേ തീരുമാനമെടുത്തിരിക്കുന്നു. കളമശ്ശേരിയിൽ അവിടെ ആ കയ്യേറ്റത്തിന് ഇതേ തീരുമാനമെടുത്തിരിക്കുന്നു. ഇപ്പോ ഇത് മറ്റൊരു വിഷയം കൂടെ നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് വരും. ഇവിടെ വലിയ ഒരു അജണ്ട ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന അജണ്ട അത് രാജ്യവിരുദ്ധമാണ്. ആ രാജ്യവിരുദ്ധമായ അജണ്ടയെ ഒരു കാരണവശാലും അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഇതാണ് BJPയുടെ തീരുമാനം. ഓക്കെ.